പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീറിന്റെ മൂന്നാം ഘട്ട പര്യടനത്തിന് തിരുരങ്ങാടി മണ്ഡലത്തിൽ തുടക്കമായി. പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം മുന്നേറിയത്. രാവിലെ വെന്നിയൂരിൽ നിന്നാണ് E.T. മുഹമ്മദ് ബഷീർ മൂന്നാം ഘട്ട പര്യടനം ആരംഭിച്ചത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി വിവിധ പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കമായത്. സ്ഥാനാർത്ഥി എത്തിച്ചേരുന്ന പ്രദേശങ്ങളിൽ വൻ സ്വീകരണങ്ങളാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. ഓട്ടംതുള്ളലും ബാൻഡ് വാദ്യങ്ങളും വിവിധ കലാരൂപങ്ങളും ഒരുക്കി കൊന്നപ്പൂവും പൂച്ചെണ്ടുകളുമായി നൂറുകണക്കിന് പ്രവർത്തകർ E.T.യെ സ്വീകരിച്ചു. പര്യടനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന E.T. മുഹമ്മദ് ബഷീർ സാഹിബിന് കോടിയടവിലെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അബ്ദുസമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവർക്കും സുപരിചിതമെന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലക്കാലം പൊന്നാനിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ വളരെ ശക്തമായ രീതിയിൽ അതിനെ പ്രതിനിധിയായിരിക്കുകയും വളരെ മഹത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു MP-യാണ്. ബഷീർ സാഹിബിന്റെ വ്യക്തിത്വമോ ബഷീർ സാഹിബിന്റെ പ്രവർത്തനങ്ങളോ ബഷീർ സാഹിബ് നടത്തിയിട്ടുള്ള വലിയ സംഭാവനകളോ ഇതേക്കുറിച്ചൊന്നും പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഓരോരോ സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങളും എല്ലാം തന്നെ പാർലമെന്റിന്റെ രേഖയിൽപ്പെട്ടിട്ടുള്ളതാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ന്യൂനപക്ഷാവകാശങ്ങളാവട്ടെ, രാജ്യത്തെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങളാവട്ടെ, അതിലെല്ലാം വളരെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ പ്രിയപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബ് നടത്തിയിട്ടുള്ളത്. P.K. അബ്ദുറബ് MLA, K.K. ആബിദ് ഹുസൈൻ തങ്ങൾ, V.T. സുബൈർ തങ്ങൾ, അനീഫ പുതുപ്പറമ്പ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. UPA ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ചൂണ്ടിക്കാട്ടിയും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുമാണ് ഓരോ കേന്ദ്രങ്ങളിലും E.T. പ്രസംഗിച്ചത്. ജനാധിപത്യ മതേതരത്വത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ബാക്കിയില്ലാതെ ഈ രാജ്യം നശിപ്പിക്കാൻ ഉറപ്പിച്ച NDA, BJP, നരേന്ദ്രമോദി ആ വ്യവസ്ഥകളെ മാറ്റിയെടുക്കാനുള്ള ശ്രമകരമായ പുണ്യകരമായ ഒരു ദൗത്യത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ ശക്തമായ പങ്ക് വഹിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. അത് ഞാൻ പറയുന്ന സമയത്ത് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ വന്ന എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ഞാൻ ശക്തമായി അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വികസനത്തിന്റെ കാര്യത്തിലും അതുപോലെ എല്ലാ കാര്യത്തിലും. കേരളത്തിലും സ്ഥിതിയോടെ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ UDF പ്രവർത്തകന്മാർക്കും വല്ലാത്തവർക്കും, UDFന്റെ മാത്രമല്ല പുതിയങ്ങൾക്ക് ഒരു ബാധ്യതകൾ എന്താണ്? ഒറ്റ പരിപാടിയാണ്, അത് ഇന്ത്യയെ രക്ഷിക്കുകയാണ്. ഇന്ത്യയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരിക്കലും BJP തിരിച്ചു കണ്ടുകൂടാ. ആ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. കൊടിമരം, കാച്ചടി, കരിമ്പിൽ, ചുള്ളിപ്പാറ, കക്കാട്, താഴെക്കൊഴിച്ചന, തിരൂരങ്ങാടി ഈസ്റ്റ്, CK നഗർ, കിസാൻ കേന്ദ്രം, കോട്ടുവലക്കാട്, കോട്ടുവലപ്പറമ്പ്, നരീപ്പാറ, കക്കുന്നത്തുപാറ, ആണിത്തറ, വടക്കേ മമ്പുറം, പള്ളിപ്പടി എന്നിവിടങ്ങളിൽ ഉച്ചയോടെ പര്യടനം പൂർത്തിയാക്കി. ഉച്ചയ്ക്ക് ശേഷം പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ പാലച്ചിറമാട്, ചെനപ്പുറം, കോഴിച്ചന, റഹ്മാനിയ, പുതുശ്ശേരിക്കുളം, തോട്ടുംകയം, കേലക്കുളം, ചെട്ടിയാങ്കിണർ, ഓടുവാറപ്പുറം, കുന്നത്തിയൽ, കുറ്റിപ്പാല, പുത്തൂർ, കഴിഞ്ഞിലപ്പടി, കുറുകത്താണി, ക്ലാരിമൂച്ചിക്കൽ സൗത്ത് എന്നിവിടങ്ങളിലും വൈകിട്ട് എടരിക്കോട് പഞ്ചായത്തിലെ കാക്കത്തടം, കുട്ടാട്ടുപാറ, പുളിക്കൽ വഴി സ്വാഗതമാട്, കുന്നുമ്മൽ, കുട്ടിയോളങ്ങാടി, പറമ്പിലങ്ങാടി, അമ്പലവട്ടം, എടരിക്കോട്, പൊട്ടിപ്പാറ, അരീക്കൽ സിറ്റി, ഞാറത്തടം, ചുടലപ്പാറ, ഒറ്റത്തെങ്ങ്, കാരാട്ടങ്ങാടി എന്നിവിടങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി പുതുപ്പറമ്പിൽ സമാപിച്ചു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seenat Silks and Sarees, Metro Plaza, Thiru Road, Kottakkal.